ഹായ്, എല്ലാവർക്കും ഫിറ്റ്നസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോസാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 33 വീക്കിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പർച്ചേസസും അതിൻ്റെ കുറച്ച് അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ശരിക്കും ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. പക്ഷേ ഇന്നൊരു ചെറിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കേണ്ടത് ശരിക്കും മീനുവാണ്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മീനു ഇന്ന് വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ ഫസ്റ്റ് പാരൻറ്ഹുഡ് ടൈമാണിത്. അപ്പോൾ എന്താണ് മേടിക്കേണ്ടത്, എങ്ങനെയാണ് മേടിക്കേണ്ടത് ഒന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഞങ്ങൾക്കുള്ള ലിമിറ്റഡ് റിസോഴ്സ് വെച്ച്, ലിമിറ്റഡ് ഇൻഫർമേഷൻസ് വെച്ച് ഞങ്ങൾ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ആഡ് ഓൺ ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, മൊത്തം 25 ഐറ്റം ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ മേടിച്ചത്. നമ്മളിത് മേടിച്ചത് നമ്മൾ ഇൻസ്റ്റയിൽ ഒരു പേജിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഇത് വായിച്ചായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ പേജസ് നമ്മൾ റെഫർ ചെയ്തായിരുന്നു. അപ്പോൾ ചിലയിടത്തൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു, ചിലയിടത്തൊക്കെ ഒരു മിനിമം MOQ ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു പർച്ചേസ് ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് ഒരു ചെറിയ ഇൻസ്റ്റാ പേജിൽ നിന്ന് ഞങ്ങളേക്ക് സാധനം കാണുന്നത്. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അവർ. നമുക്ക് ഞാൻ കുറച്ചും പറഞ്ഞ പോലെ ഫസ്റ്റ് പാരൻറ്ഹുഡ് സമയത്ത് നമുക്ക് എന്തൊക്കെ മേടിക്കണം, എന്തൊക്കെയാണ് ആഡ് ഓൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ടോട്ടൽ ഡൗട്ടായിരുന്നു. അവരായിരുന്നു ഫുൾ ഗൈഡും കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പം അവരുടെ പേജിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തേക്കെ നമുക്ക് കാണാം. ഫസ്റ്റിനകത്ത് നമുക്ക് റിസീവിങ് ടവറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ബേബി റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസീവിങ് ടവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം റിസീവിങ് ടവറാണ് ഒരു ക്വാണ്ടിറ്റി ഉള്ളത്. ഈ ഫ്രണ്ടിൽ കെട്ട് വരുന്ന മസ്ലിൻസ് ആണ് വൈറ്റിൽ വരുന്നത്. 5 എണ്ണമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ അടുത്ത് സെർച്ച് ചെയ്യുന്ന സമയത്തും അവരും പറഞ്ഞത് കൂടുതൽ ഫ്രണ്ടിൽ നോക്കുക എന്നായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് 5 പീസുള്ള ഒരെണ്ണമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഷീറ്റ് വളരെ വെറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയൊക്കെ ഡ്രൈ ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മീഡിയം സൈസിലുള്ള 2 ഡ്രൈ ഷീറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അടുത്ത നമുക്ക് മിറ്റൻസ് ആണ്. മിറ്റൻസും ക്യാപ്പും ആണ് മെയിൻ വരുന്ന 2 പ്രോഡക്റ്റാണ് മെയിൻ വരുന്നത്. ഈ മിറ്റൻസിൻ്റെയും ക്യാപ്പിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ ഇനിഷ്യൽ ടൈംസിൽ കുട്ടികൾക്ക് നഖമൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ കൈയൊക്കെ വലിയ സമയത്ത് അവർക്ക് മുഖത്ത് പാട് വരാൻ, ഇഞ്ചുറി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സും മിറ്റൻസും ക്യാപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇത് ചെറിയൊരു ക്യാപ്പും അതേപോലെ കയ്യിലിടുന്ന 2 ചെറിയ സോക്സും അതേപോലെ കാലിടുന്ന 2 കുഞ്ഞു സോക്സുമാണ് മെയിൻ വരുന്നത്. നമുക്ക് 2 ഐറ്റംസാണ് വരുന്നത്. 2 ഡിഫറെൻറ്റ് കളറിലുള്ള 2 ഐറ്റംസാണ് വരുന്നത്. ഭയങ്കര ക്യൂട്ടാണ് ഇത് കാണാനായിട്ട്. അതാണ് മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ. അടുത്ത് നമുക്ക് കോട്ടൺ മസ്ലിൻസാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ബട്ടണൊക്കെ ഉള്ള മസ്ലിൻസാണ്, പ്യൂർ കോട്ടൺ ആണ്. അതിൻ്റെ 5 എണ്ണമാണ് വന്നിരിക്കുന്നത്. ചെറിയ പ്രിൻറ്റഡ്സൊക്കെ ഉള്ള 3 ക്യൂട്ട് കളറിലുള്ള കോട്ടൺ ജബ്ലാസ് ആണ് വരുന്നത്. അതിനുശേഷം നമുക്ക് ചെറിയ ഫേസ് ടവൽ വരുന്നുണ്ട്, കുഞ്ഞൊരു ഫേസ് ടവൽ. ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ചെറിയൊരു കുഞ്ഞൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവല്. പിന്നെ ആണെങ്കിൽ ഒരു ബാത്ത് ടവല് ഉണ്ട്. പിന്നെ ചെറിയ കുട്ടിയെ നമുക്ക് റാപ്പ് ചെയ്ത് വെക്കാനുള്ള ചെറിയ കോട്ടൺ റാപ്പർ ഷീറ്റും ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു പാക്കിലായിട്ട് മെയിൻ വരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. ഇത് ഞങ്ങൾക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. അതായത് ഞങ്ങൾ ചേച്ചി മേടിച്ചു തന്നതാണ്. അതായത് കുട്ടിക്ക് മേടിക്കുന്ന ടൈമിൽ എന്ത് മേടിക്കണം എന്നല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലി ബോബ്സ് ഷോപ്പിൽ കയറി ഞങ്ങൾ പർച്ചേസ് ചെയ്ത ഒരു ചെറിയൊരു പ്രൊഡക്റ്റാണ്. ഇതാണ് ഞങ്ങൾ ബേബിക്കായിട്ട് ആദ്യമായിട്ട് മേടിക്കുന്ന പ്രോഡക്റ്റ്. ഇത് ജസ്റ്റ് ഒരു മസ്ലിൻ ജബ്ബയാണ്. 5 എണ്ണം വരുന്ന ചെറിയൊരു കോട്ടൺ മസ്ലിൻ ജബ്ലാസാണ്. നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ചെറിയ ഡിഫറെൻറ്റ് 5 പ്രിൻസ് വരുന്ന ഒരു കോട്ടൺ ജബ്ല ഷീറ്റാണ്. ഇതും ഫ്രണ്ടിൽ മറ്റേ പ്രസ് ബട്ടൺ ടൈപ്പാണ്. അത് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് കുട്ടിക്ക് ഇടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അത് കൂടുതലും ഒരു വൈറ്റ് വരുന്ന ഡിഫറെൻറ്റ് കോട്ടൺ ജബ്ലാസാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേബിക്കായിട്ട് ആദ്യമായിട്ട് മേടിച്ച ഡ്രസ്സുകൾ. ഇനിയും കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതാണ്. ബൈ.